ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം രാജ്യത്തുണ്ടായിട്ടുള്ള രാഷ്ട്രീയമായ മാറ്റങ്ങൾ ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയായി നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആശാവഹവും പ്രതീക്ഷ നിർഭരവുമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. 10 വർഷങ്ങൾക്ക് ശേഷം ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും, 100-നടുത്ത് സീറ്റുകൾ നേടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയാവുകയും 10 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടാകുകയും ചെയ്യുമെന്ന് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിന് മുമ്പ് ഞാൻ ഉൾപ്പെടെ ഒരുപാട് ആളുകൾ പ്രതികരിക്കുകയും പ്രവചിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. 2014 ശേഷം ഇന്ത്യയിൽ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരിക്കുന്നു. ഇന്ത്യയിൽ ജനാധിപത്യം നിലനിൽക്കണം, ഇന്ത്യ നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആദ്യം വേണ്ടത് ഇന്ത്യയിൽ ഒരു ശക്തമായ പ്രതിപക്ഷമാണ്. ശക്തമായ പ്രതിപക്ഷം ഉണ്ടായാൽ മാത്രമേ നിലവിലുള്ള നരേന്ദ്രമോദി ഗവൺമെന്റിനെ ജനങ്ങൾക്ക് മുന്നിൽ ജനാധിപത്യ പോരാട്ടത്തിലൂടെ തോൽപ്പിച്ചുകൊണ്ട് അധികാരത്തിൽ വരാൻ കഴിയും. അതിപ്പോൾ സംഭവിച്ചിരിക്കുന്നു. 2024 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായി മാറിയിരിക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 100 സീറ്റുകൾ ലഭിച്ചിരിക്കുന്നു. മാത്രവുമല്ല, BJPക്ക് ഏറ്റവും അധികം സീറ്റുകൾ നൽകുന്ന ഉത്തർപ്രദേശ് രാമക്ഷേത്ര നിർമ്മാണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് വിഭാഗീയതയും അതുപോലെ തന്നെ മുസ്ലിം വിരുദ്ധതയും അതിൻ്റെ മാക്സിമം ഈ തെരഞ്ഞെടുപ്പിൽ പ്രയോഗിച്ചിട്ടും ഇന്ത്യയുടെ ഹൃദയഭൂമിയായ, ഹിന്ദി ഹൃദയഭൂമിയായ ഉത്തർപ്രദേശിൽ BJP 33 സീറ്റുകളിലേക്ക് ചുരുങ്ങുകയും സമാജ്വാദി പാർട്ടി അഖിലേഷ് യാദവിൻ്റെ നേതൃത്വത്തിലും കോൺഗ്രസും വലിയ മുന്നേറ്റം ഉത്തർപ്രദേശിൽ ഉണ്ടാക്കുകയും ചെയ്തു. എന്ന് മാത്രമല്ല, നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം വാരണസിയിൽ 1.5 ലക്ഷത്തിലേക്ക് താഴ്ന്നു എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിൻ്റെ ഘട്ടത്തിൽ പല സമയങ്ങളിലും നരേന്ദ്രമോദി പിന്നിലായിരുന്നു എന്നത് പരിശോധിക്കേണ്ട കാര്യമാണ്. നരേന്ദ്രമോദി പിന്നിൽ എന്ന ഫ്ലാഷ് ന്യൂസുകൾ വോട്ടെണ്ണലിൻ്റെ ദിവസങ്ങളിലെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ പ്രതീക്ഷകളിൽ ഒന്നായി കടന്നു വന്നു എന്നുള്ളതാണ്. EC വാക്കൂർ പ്രതീക്ഷിച്ച് 400 സീറ്റ് പ്രതീക്ഷിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് കടന്നു വന്ന BJP ഓരോ ഘട്ടം കഴിയുമ്പോഴും പിന്നോട്ട് പോകുന്നത് നമ്മൾ അതാത് സമയങ്ങളിൽ വിലയിരുത്തിയതാണ്. എൻ്റെ വീഡിയോയിൽ പോലും ഞാൻ 212+ തൃണമൂൽ കോൺഗ്രസ് എന്നാണ് പ്രതിപക്ഷ കക്ഷികൾക്ക് പറഞ്ഞത്. അപ്പോഴും 268 സീറ്റുകൾ നേടി. BJPക്ക് 268 സീറ്റുകളാണ് എൻ്റെ പ്രവചനം, എൻ്റെ പ്രഡിക്ഷൻ ഞാൻ നടത്തിയപ്പോൾ പറഞ്ഞിരുന്നത്. BJP മുന്നണിക്ക് 268 സീറ്റുകൾ. ഏറെക്കുറെ 268 എന്നുള്ളത് ഒരു 20 സീറ്റുകൾ അവർക്ക് കൂടി. കാരണം തെലങ്കാനയിലും അതോടൊപ്പം ഒറീസയിലും, പ്രത്യേകിച്ച് തെലങ്കാനയിൽ, ഒറീസയിൽ, അതുപോലെ ഹൈദരാബാദ് TDP, ആന്ധ്രാപ്രദേശിൽ TDPയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മുന്നേറ്റം, BJP ഉണ്ടാക്കിയ മുന്നേറ്റം, ഇതെല്ലാം കൂടി ചേർന്നപ്പോൾ 268 എന്നുള്ളത് ചെറിയൊരു നിലയിൽ അവർക്ക് കൂടി എന്നുള്ളത് യാഥാർത്ഥ്യം. പക്ഷെ അപ്പോഴും ഇന്ത്യ അന്നും ആ പ്രഡിക്ഷനിലും കൃത്യമായി നമ്മൾ പറഞ്ഞിരുന്നു, 100 സീറ്റുകളാണ് കോൺഗ്രസ്. ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു മുന്നേറ്റം, ഒരു തരംഗം കോൺഗ്രസിന് അനുകൂലമായി ഉണ്ടായാൽ പോലും 100 സീറ്റുകൾക്ക് മുകളിൽ നേടാൻ കോൺഗ്രസിന് കഴിയില്ല എന്ന് കൃത്യമായി നമ്മൾ വിലയിരുത്തിയിരുന്നു. അത് ആണ് ഇന്നത്തെ ഇന്ത്യൻ ജനാധിപത്യത്തിലെ വസ്തുത എന്ന് പറയുന്നത്. ആ വസ്തുതക്ക് കൃത്യമായി ഉപോത്ഭകമാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം വന്നു. BJP പ്രതീക്ഷിച്ച മുന്നേറ്റം കിട്ടില്ല എന്നുള്ളത്, 400 പോയിട്ട് അവർക്ക് 300 പോലും കിട്ടില്ല എന്നുള്ളത് എല്ലാവരും വിലയിരുത്തിയ കാര്യമാണ്. അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം പഠിച്ച, അതല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഫീൽഡിൽ പോയ ഓരോ മാധ്യമപ്രവർത്തകരോടും ചോദിച്ചാൽ അവർ കൃത്യമായിട്ട് പറയും, 400 പോയിട്ട് 300 പോലും BJP നേടില്ല. അവർ 300 നേടില്ലെന്ന് മാത്രമല്ല, 250-ന്റെ പുറത്തേക്ക് പോലും BJP ഒറ്റക്ക് പോയില്ല. ഒറ്റക്ക് ഭൂരിപക്ഷമില്ലാതെ 2014 ശേഷം നരേന്ദ്രമോദി
നിതീഷ് കുമാറിന്റെയും ചന്ദ്രബാബു നായിഡുവിന്റെയും പിൻബലത്തിൽ ഇന്ത്യ ഭരിക്കുന്ന സാഹചര്യമാണ്. എന്ന് വേണമെങ്കിലും ഈ രണ്ട് കക്ഷികളും അവരുടെ പിന്തുണ പിൻവലിക്കാൻ സാധ്യതയുണ്ട്. കാരണം മനസ്സിന്റെ ഉള്ളിൽ ഒരു തൃപ്തിയുമില്ലാതെ, നിവൃത്തിയില്ലാത്തത് കൊണ്ട് മാത്രം NDA മുന്നണിയെ പിന്തുണക്കുന്ന രണ്ട് കക്ഷികളാണ് JDUവും അതുപോലെ തന്നെ TDPയും. ഈ രണ്ട് കക്ഷികളും എപ്പോൾ വേണമെങ്കിലും പിൻവാങ്ങാം എന്നുള്ളത് നിലവിലുള്ള ഗവൺമെന്റ് നേരിടുന്ന ഒരു അസ്ഥിരത സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് കണക്കാക്കപ്പെടുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് കോൺഗ്രസ് 100 സീറ്റുകൾ നേടി ഒരു പ്രതിപക്ഷമായി രാജ്യത്ത് കടന്നു വരുന്നത്. ഇന്ത്യ മുന്നണി, SP ഉൾപ്പെടെയുള്ള DMK ഉൾപ്പെടെയുള്ള RJDയും ആം ആദ്മി പാർട്ടിയും ഉൾപ്പെടെയുള്ള എല്ലാ പ്രതിപക്ഷ കക്ഷികളും കോൺഗ്രസിനൊപ്പം ഉറച്ചു നിന്ന് ഇന്ത്യ മുന്നണി എന്ന ആ ഒരു കൺസെപ്റ്റിൽ തന്നെ പാർലമെന്റിൽ മുന്നോട്ട് പോകണം. രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റിലെ ആദ്യ പ്രസംഗം തന്നെ രാജ്യത്തിന്റെ ശ്രദ്ധയാകർഷിച്ചു. രാഹുൽ പഴയ രാഹുൽ അല്ല എന്ന് അദ്ദേഹത്തിന്റെ വിമർശകർ പോലും കൃത്യമായി പറയുന്ന ഒരു വലിയ മാറ്റം അദ്ദേഹത്തിനുണ്ടായിരിക്കും. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ, അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തീക്ഷ്ണത അനുഭവപ്പെടുന്നു. ശക്തനായ ഒരു പ്രതിപക്ഷ നേതാവായി നരേന്ദ്രമോദിക്കൊത്ത എതിരാളി എന്നതിനപ്പുറം അതിനുമൊക്കെ എത്രയോ മുകളിലേക്ക് രാഹുൽ ഗാന്ധി മുന്നോട്ട് പോയിരിക്കുന്നു. അമേഠിയിൽ സ്മൃതി ഇറാനിക്കുണ്ടായിട്ടുള്ള പരാജയം, റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം വർദ്ധിച്ചത്, എല്ലാം അതുപോലെ തന്നെ രാജ്യത്ത് പൊതുവെ BJPക്ക് എതിരായിട്ടുണ്ടായിട്ടുള്ള ഒരു വിരുദ്ധ വികാരം, ഇതെല്ലാം രാഹുൽ ഗാന്ധിയുടെ ഇമേജ് വളർന്നു വരുന്നു. രാഹുൽ ഗാന്ധിയെ ആരെല്ലാം അവഗണിച്ചുവോ, ആരെല്ലാം എതിർത്തിരുന്നുവോ, ആരെല്ലാം രാഹുൽ ഗാന്ധിയെ പുച്ഛിച്ച് തള്ളിയിരുന്നുവോ, അവരെല്ലാം ഇപ്പോൾ രാഹുൽ ഗാന്ധി ശക്തനാണ്, നല്ല നേതാവാണ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി ആയാൽ കൊള്ളാം എന്ന നിലയിലേക്ക് ചർച്ചകൾ വന്നിരിക്കുന്നു. അതാണ് ഈ ഇന്ത്യൻ ജനാധിപത്യം 2024 ശേഷം ഇന്ത്യയിലെ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയാകണം എന്ന് ചിന്തിക്കുന്നവരുടെ എണ്ണം വളരെ ഉറച്ച കോൺഗ്രസ്സുകാരല്ലാതെ മറ്റാരും ചിന്തിച്ചിരുന്നില്ല എന്ന യാഥാർത്ഥ്യം 2024 മുമ്പ്. എന്നാൽ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകണം എന്ന് കോൺഗ്രസ്സുകാരല്ലാത്തവർ പോലും ചിന്തിച്ചു തുടങ്ങിയ ഘട്ടത്തിൽ ഇനിയുള്ള 5 കൊല്ലം ശക്തമായ പ്രതിപക്ഷമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നണിയും ഉറച്ചു നിന്നാൽ, പോരാട്ടം ഈ നിലയിൽ തുടർന്നാൽ 2029 ഇലക്ഷനിൽ വലിയ ഒരു വിജയമാണ് ഇന്ത്യ മുന്നണിയെ കാത്തിരിക്കുന്നത്. എന്നാൽ അതിനു മുമ്പ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ TDPയും അതുപോലെ തന്നെ JDUവും നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും ഒന്ന് മനസ്സ് വെച്ചാൽ ഒരുപക്ഷെ അതിനു മുമ്പ് തന്നെ ചീട്ടുകിട്ടാരം പോലെ തകർന്നു വീഴാൻ സാധ്യതയുള്ള ഒരു ഗവൺമെന്റാണ് ഇപ്പോൾ രാജ്യത്ത് നിലനിൽക്കുന്നത്. ഏറ്റവും ഒടുവിൽ വയനാടിലെ ദുരന്ത ഭൂമിയിലേക്ക് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കടന്നു വരുമ്പോൾ അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവായും വയനാടിന്റെ മുൻ MP ആയും ഒക്കെ ഒരു ജനകീയ നേതാവായി, ജനങ്ങളുടെ പ്രശ്നം മനസ്സിലാക്കുന്ന, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവായി അദ്ദേഹത്തെ നമുക്ക് കാണാൻ കഴിഞ്ഞു. മണിപ്പൂരിലേക്ക് അദ്ദേഹം പോയപ്പോൾ റഷ്യയിൽ നരേന്ദ്രമോദി സന്ദർശനം നടത്തുന്ന അതേ ദിവസം മണിപ്പൂരിൽ രാഹുൽ ഗാന്ധി സന്ദർശനം നടത്തിയപ്പോൾ രാഹുൽ ഗാന്ധി നൽകിയ ഒരു സന്ദേശമുണ്ട്. കാരണം ഇന്ന് വരെ മണിപ്പൂരിലെ കലാപബാധിതരെ സന്ദർശിക്കാൻ പ്രധാനമന്ത്രി തയ്യാറായിട്ടില്ല. എന്നിട്ട് വിജയമുണ്ടായി വീണ്ടും പ്രധാനമന്ത്രിയായപ്പോഴും അങ്ങോട്ടേക്ക് പോകാതെ റഷ്യയിലേക്ക് അദ്ദേഹം പോയപ്പോൾ അതേ ദിവസം തന്നെ മണിപ്പൂരിലെ ജനങ്ങൾക്കൊപ്പം ഞാനുണ്ട് എന്ന് പ്രഖ്യാപിച്ച രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നിരയുടെ അതുപോലെ തന്നെ ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികളുടെ ആത്മവിശ്വാസം ഇരട്ടിയാക്കി മുന്നോട്ട് പോകാൻ സഹായിക്കുകയാണ്. അതുകൊണ്ട് ഇനിയുള്ള ഇന്ത്യൻ രാഷ്ട്രീയം രാഹുൽ ഗാന്ധി കൂടി നിയന്ത്രിക്കുന്ന, രാഹുൽ ഗാന്ധിയുടെ കൂടി നേതൃത്വത്തിലുള്ള ഒരു രാഷ്ട്രീയത്തിന് പ്രസക്തി വരികയും പ്രധാനമന്ത്രി പദത്തിലേക്ക് രാഹുൽ എന്ന ഒരൊറ്റ വാക്കിലേക്ക് രാജ്യം മെല്ലെ മെല്ലെ കടന്നു വന്നിരിക്കുന്നു. ഒരു സംശയവും ആർക്കുമില്ലാത്ത വിധത്തിൽ താൻ ഭാവി പ്രധാനമന്ത്രിയാവാൻ എന്തുകൊണ്ടും തനിക്ക് യോഗ്യതയുണ്ട്, ഞാൻ അതിന് തയ്യാറാണ് എന്ന നിലയിൽ ഒരു രാഷ്ട്രീയക്കാരനായി ഇന്ത്യക്ക് ഇന്ന് വർത്തമാനകാല ഇന്ത്യക്ക് ആവശ്യമുള്ള ഒരു നേതാവായി
രാഹുൽ ഗാന്ധി രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ആശാവഹമായ കാര്യമാണ്.